മെക്ലാരൻ ഫോൾസിൻ്റെ ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിക്ക് വന്നതാണ് ഞങ്ങൾ. അങ്ങനെ ഈ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾസൊക്കെ കണ്ട് ഇങ്ങനെ അകത്തോട്ട് വണ്ടിയെടുത്ത് ഞങ്ങൾ പോയപ്പം ഇതുപോലൊരു കാം പ്ലേസിലെത്തി. അവിടെ ഇങ്ങനെ കയാക്കിങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ, വൈമറീനോ ടൂൾസ് എന്നും പറഞ്ഞ്. അപ്പം അവരുടെ ഈ പോക്ക് കണ്ടപ്പോൾ നമുക്കൊരാഗ്രഹമൊക്കെ തോന്നി ഇതുപോലൊരു കയാക്കെടുത്ത് ഈ വഴി കൂടെയൊക്കെ ഒന്ന് പോകാമല്ലോ. നമുക്ക് പോകണ്ടേ ഇതിനകത്ത്? എന്ത് രസമല്ലേ ഇങ്ങനെ തനിയെ തുഴഞ്ഞു പോകാൻ, നീന്തലും കൂടെ അറിയണം. ഈ ഒരു പേടി തോന്നി. പിന്നെ പണ്ട് UAE വെച്ച് മൊസാണ്ടം പോയപ്പം നമ്മൾ കടലിൽ ഇതുപോലൊരു കയാക്ക് ഞാൻ ചെയ്തിരുന്നു അന്ന്. പക്ഷേ എന്തോ ഒരു ധൈര്യത്തിൽ അതങ്ങ് ചെയ്തു. ഇപ്പം പക്ഷേ ഇവിടുത്തെ ഈ കോൾഡ് വാട്ടറിലൊക്കെ വീണിട്ട് പിന്നെ എഴുന്നേറ്റ് വരുന്നതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇവരൊക്കെ എങ്ങോട്ടായി പോകുന്നതെന്നല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഹാമിൽട്ടൺ വൈക്കാട്ടോയിലുള്ള ഒരു ഗ്ലോവം കേവിനെ പറ്റിയാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. മെക്ലാരനിൽ ഈ സംഭവം ഉള്ളതായിട്ട് അറിയില്ല. അങ്ങനെ ഗ്ലോവം കാണാനാണ് ഇവർ പോകുന്നത് എന്ന് കേട്ടപ്പോൾ ഞങ്ങളും ചാടിത്തുള്ളി. പിറ്റേ ദിവസം തന്നെ ബുക്കൊക്കെ ചെയ്ത് നേരെ വൈമറീനോ എന്ന് പറയുന്ന കയാക്ക് ടൂഴ്സിൽ ഓൺലൈൻ ബുക്ക് ചെയ്ത് ഞങ്ങളൊരു പറ്റം ആൾക്കാർ മഴയൊക്കെ ആണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഗ്ലോവം കാണാൻ വേണ്ടി മെക്ലാരൻ ഫോൾസിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന ഞങ്ങളെ കാത്തിരുന്ന വണ്ടി ഇതാ വരുന്നു. നമ്മൾ പോകാനുള്ള ബോട്ടും വലിച്ചുകൊണ്ട് അത് ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള ബോട്ട്, എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം. ഞങ്ങൾ തലേദിവസം ഇതുപോലെ വരാൻ ശ്രമിച്ചിട്ട് ഒരു റോഡ് ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് മിസ്സായതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ഈ ട്രിപ്പിൽ ഞങ്ങളുടെ ടീം മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ആൾക്കാർ മാത്രം. വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ എഴുതി കൊടുക്കുവാണ് എല്ലാം, ഒരു പ്രശ്നമൊന്നും ഇല്ലെന്ന് കേട്ടോ. എല്ലാവരും എന്താ ജോയൽ എഴുതി കഴിഞ്ഞ അടുത്തത് റോണി ബ്രോ ഇപ്പൊ എഴുതും. And in launch form. What kind of group are you with? Friends അല്ലേ? Needu next. Please enter your full name. അമ്മയ്ക്കില്ല അമ്മച്ചി. അങ്ങനെ ഞങ്ങൾ പേരും അഡ്രസ്സും അസുഖങ്ങളുണ്ടോ ഇല്ലയോ വക എല്ലാ സംഭവങ്ങളും അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾ അവർ തരുന്ന ആ ഡ്രസ്സ് ഇട്ട് എന്താ പറയുന്നത് റെഡി ആവുകയാണ് കേട്ടോ. വാട്ടർ പ്രൂഫ് ജാക്കറ്റ്സും അകത്ത് കുറച്ച് ലെയേഴ്സൊക്കെ ഇട്ടിട്ട് തണുപ്പിനെയൊക്കെ മാനേജ് ചെയ്യാൻ. പിന്നെ മഴയുള്ളത് കൊണ്ട് ജാക്കറ്റ് ഇടാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഗെറ്റിംഗ് റെഡി. They're all one size. They're all one size. Everything's all one size. I guess it's a bit big for me. Ready. കുറേ ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഏതായാലും എല്ലാം വലിച്ചു വാരി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞില്ല. ഈ സാധനം മേളിലാണല്ലോ ഇടേണ്ടത്. ഓക്കെ, അതും ഇടാനുണ്ട്. ഇല്ല ഫോണൊക്കെ പോക്കറ്റ് ഇട്ടാ അല്ല, ഇതിന് നമ്മുടെ മറ്റേ പോക്കറ്റ് ഉണ്ട്, പാൻ്റെ പോക്കറ്റ് ഉണ്ട്. ഞങ്ങൾ ഇതാണ് അതാ പറഞ്ഞ ചേട്ടാ, നിങ്ങൾക്ക് ഞങ്ങൾ ഇതാണ് മേടിച്ചത്. എവിടെയെങ്കിലും ഇട്ടോണ്ട് പോകാനല്ലേ നല്ല ചന്തമുണ്ട്. നല്ല മഴ പെയ്തൊരു ദിവസമായതുകൊണ്ട് ഇച്ചിരി ഇരുട്ട് നേരത്തെ ആയി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരിയും കൂടെ വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു മഴയുള്ള ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയോടെ നല്ല ഭംഗിയായിട്ട് അത് കാണാൻ പറ്റുന്നു. എനിവേ ഞങ്ങളതിന് വേണ്ടി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരി വന്ന് തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ ഫിക്സ് ചെയ്യേണ്ടത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് അതൊക്കെ ശരിയാക്കണം, മേക്ക് ഷുവർ ചെയ്യണം നിങ്ങളുടെ പാർട്ട്ണർ സേഫാണെന്നൊക്കെ. So we're both you guys live in New Zealand? We are in Tauranga. Oh, so you're from Tauranga? Yeah. Oh, well, good. Oh, it's home.
I'm just going to get myself sorted too. Them for you. We'll let the husbands and the wives make You sure. put yours upside down, mate. That's why. That way round. അല്ല 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 ഓക്കെ So your ones. Let me have a look. നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഒരു പടം എടുക്കണം കേട്ടോ. അവരോട് പറയാം ഗിയറൊക്കെ ഇട്ട്. അവരോട് പറയാം. അതെ റെഡി. നോക്കട്ടെ റെഡിയാണോ? എല്ലാം ടൈറ്റ് ആണോ? എന്തായാലും വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കാൻ പാകത്തിനുള്ള സെറ്റപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടീമായിട്ട് ഇങ്ങനെ തുഴയാൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. പക്ഷെ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയ ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുവാണ് ഇപ്പം. So we want to keep the sign looking at us. And we want to keep our hand on the T-bar all the time. Okay? When we're rowing, I'm going to be in the front. Tom is going to be at the back. So I'm going to be keeping the rhythm. So when we're rowing, we're going to row together. Okay? So we're going to put our paddles in the water. I'm going to say he. And then on ha, we're going to pull the paddle back. So we're going to go he, ha, he, ha. Okay? വേറെ ഒന്നുമല്ല, ഇതെങ്ങനെയാണ് തുഴയേണ്ടത്, ഏത് രീതിയിലൊക്കെയാണ് ഇത് പിടിക്കേണ്ടത്, ഏത് സൈഡിലോട്ടാണ് ഈ തുഴയുടെ ഫേസ് വരേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ തരുവാണ്. The wives with the husbands behind you, and then you want to do a ha. Some of them already planned it already. They're looking over here. Please not tonight, maybe tomorrow. Okay, so we'll give you guys a paddle each. Yeah, yes. ഉള്ള കാര്യം പറയാമല്ലോ, ഈ ഹ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹീ ഹ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് അന്നേരം ബാലരമയിൽ ആ ജമ്പനും തുമ്മൻ്റെയും ഈ ഹ എന്ന് പറഞ്ഞുള്ള ചാട്ടം ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വന്നത് കേട്ടോ. എന്തായാലും റെഡിയായി. ഗ്ലോബോം എക്സ്പീരിയൻസിൽ ഇതേ തുഴയാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള കനുവൊക്കെ ഇനി വന്നു. അതിനെ അടുപ്പിക്കുന്നു, ഒരു റാമ്പ് പോലത്തെ ഒരു സംഭവം അതിനകത്തോട്ട് ഫിക്സ് ചെയ്യുന്നു, ഓരോരുത്തരായിട്ട് കയറാൻ പോവാ. ഭയമില്ലല്ലോ? നോ. Alrighty, guys. Who would like to go first? You're coming out. Well, ആ പോട്ടെ പോട്ടെ. തുഴയാൻ റെഡിയല്ലേ? തുഴയല്ലേ? എല്ലാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ. So what I'll get you guys to do is just bow your heads and place your hands together, and we're just going to say a prayer to our gods to say thank you for letting us come and get us on the water safely. Okay? പുള്ളി ബാക്കില്ല. ബൈ. അങ്ങനെ തുഴയാൻ റെഡിയായി നിൽക്കുകയാണ്. വെൽക്കം ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾക്ക് വെൽക്കം ആയിട്ടൊരു ഇച്ചിരി ചോക്ലേറ്റ് ഒക്കെ കിട്ടി കേട്ടോ. ഇനി ഷുഗറൊന്നും ഡൗൺ ആവണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എനിവേ എല്ലാവരും മുട്ടായൊക്കെ കഴിച്ച് എനർജി ആർജിച്ച് ഈ ഹായൊക്കെ പറഞ്ഞ് തുഴയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ട്രയലൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ. പോകുന്ന വഴിക്ക് ഞങ്ങളോട് മെക്ലാരൻ ഫോൾസ് എങ്ങനെയാണ് ഉണ്ടായത്, ആക്ച്വലി ഇതൊരു മാൻമെയ്ഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി പുള്ളിക്കാരി ബ്രീഫായിട്ട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് മെക്ലാരൻ ഫോൾസ് പാർക്ക് എന്നൊക്കെ പറയുമ്പോഴും ഇതൊരു മാൻമെയ്ഡ് അല്ലെങ്കിൽ മനുഷ്യൻ പവർ സ്റ്റേഷന് വേണ്ടിയിട്ടുണ്ടാക്കിയ സംഭവമാണ് എന്നൊക്കെ ഒന്നും നമ്മൾ ജനറലി പോയി വായിക്കുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോയപ്പോഴാണ് ഇതിൻ്റെ കഥയെപ്പറ്റി പറയുന്നത്. ഒരു 1915 തുടങ്ങിയ ഒരു പ്ലാൻ ചെയ്ത പ്രോജക്റ്റാണ് അത്. വർക്ക് തുടങ്ങിയത് 1924 ഓമനാവ ഫോൾസ് പവർ സ്റ്റേഷൻ്റെ ഒരു ഭാഗമായിട്ട് തുടങ്ങി. അങ്ങനെ മെക്ലാരൻ പവർ സ്റ്റേഷൻ 1925 രണ്ടും വിത്തിൻ വയോറ കാച്ച്മെൻറ്റിൽ
ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അവിടെയുള്ളൊരു ലോക്കൽ കുക്ക് ഹൗസ് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു കപ്പിളിൻ്റെ ആഫ്റ്ററിലാണ് ഈ ഫോൾസിന് മെക്ലാരൻ ഫോൾസ് എന്ന് പേര് വരുന്നത് കേട്ടോ. അങ്ങനെ ആ കഥകളും ശരിക്കും പറഞ്ഞാൽ മാവറി കൾച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇവിടെയുള്ള ലോക്കൽ ബേർഡ്സ്, അതിനെ ചൊല്ലിയൊരു സ്റ്റോറി, എങ്ങനെയാണ് ട്യൂയി എന്ന് പറയുന്ന ബേർഡിന് ഇവിടെ താഴെ അവരുടെ കഴുത്തിന് താഴെയുള്ള 2 പഫ് വന്നത്, അങ്ങനെയൊക്കെ ഓരോ സംഭവം എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ പുറകെ ഉള്ളൊരു ഐതിഹ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ സംഭവങ്ങളെ പറ്റിയൊക്കെ കഥയൊക്കെ പറഞ്ഞ് തന്നാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് കേട്ടോ. അതപ്പോൾ നല്ല രസമാണ്. നമ്മളെല്ലാവരും നല്ല ഹാർമണിയിലാണ് ഈ പറയുന്നത് പോലെ പുള്ളിക്കാരി പറയുന്ന ആ ഒരു ഇതിൽ ഒരു വൺ അക്കോർഡിലാണ് നമ്മളിതിങ്ങനെ തുഴഞ്ഞു പോകുന്നത്. അപ്പം കഥകളൊക്കെ കേട്ട് നല്ല രസമായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം പോകും തോറും ഇരുട്ടി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ഇരുട്ടായാലല്ലേ നമുക്ക് ഗ്ലോ വേംസിനെ കാണാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സമയം ശരിക്കും നമ്മൾ തുഴഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ന്യൂസിലൻഡിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഡേ ലൈറ്റ് സേവിങ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പം നേരത്തെ ഇരുട്ടാവും. അപ്പം ഞങ്ങൾ പതുക്കെ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ തുഴഞ്ഞ് അവിടെ എത്തുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് എക്സാക്ട്ലി നല്ല ഇരുട്ടാവും. പിന്നെ ഓൾറെഡി നമ്മൾ പോകുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തോട്ടാണ് കേട്ടോ. Okay, so we're going to do a hee-ha, are we? Okay, on Joel. Hee-ha! Ha! 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 Yeah, everyone put our pedals out. Nice. Well done. I can see Tom at the back there. Hey, Tom. So the harakeke, as you can see, pre-colonisation, before the colonisation happened, harakeke was the main source of income for New Zealand Māori. So that was our main trade. We could make harakeke into mats, into blankets, into clothing, and we would trade. We would trade with other cultures. And then we could make money or get food from them. But then once colonisation come, it all stopped. We stopped using our environment or our taiao to trade with, and then we started using muskets, and we started using other things. So harakeke is one of the main plants that we as Māori use here for so many things. So many things. Do you have a plant in India that you use for a lot of different things? Yeah. What's it called? Coconut? Ah! We make mats out of it. Ah! We use the shells to make a lot of things out of it. We are related. ഇവിടെ നമ്മുടെ കേരവൃക്ഷം എന്നൊക്കെ പറയുന്നത് പോലെ ഉപയോഗിക്കുന്ന മരത്തെ പറ്റിയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു മരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം കേരവൃക്ഷമായ നമ്മളുടെ തെങ്ങിനെ പറ്റി ഞാൻ ആവശ്യത്തിലധികം തള്ളിവിട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ആക്കിൻ്റെ അടുത്ത് അപ്പുറത്ത് ഇച്ചിരി കൂടെ എന്നിട്ട് ഇങ്ങനെ ബിനോയ് തൻ്റെ തുഴയൽ സ്കില്ലുകളൊക്കെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുന്നിലിരുന്ന് നന്നായിട്ട് തുഴയാൻ ബിനോയ് പഠിച്ചു. Avocado. Yes, the tui with the white fluffy ball. Yes, yeah. So a tui actually has a very good story. എടുക്കുന്നോ? Sorry. എൻ്റെ ഫുള്ളുണ്ടോ? So the story of the tui is that the tui, കഴിയുന്നില്ല. and the tui was so selfish, unique. So every time the tui tries to sing, he gets interrupted. He can't. ജോയൽ Yeah. അതല്ലേ എൻ്റെ തന്നെ. Need to get our hee-haw. തന്നെ എടുത്ത് Come on, brother. ഇതായി ഇപ്പം മറ്റു പറഞ്ഞാൽ ഇവിടെ ഉള്ളു. Trees, depending on. But the main thing is that we can also stop together. Otherwise, we're going to take it very close to the glowworms, a little too close, if you know what I mean. Okay. So, when I say stop, we'll practice it now. Just put your paddle in the water and hold them there. അങ്ങനെ തുഴഞ്ഞ് ഏകദേശം ഇരുട്ടി. ഞങ്ങൾ
പതുക്കെ ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻ്റെയൊക്കെ അതുവഴി എത്താറായി. അപ്പം ഞങ്ങളോട് കെയർഫുള്ളായിട്ട് തുഴയണമെന്ന് പറഞ്ഞു. അവർ പറയുന്ന സമയത്ത് നമ്മുടെ തുഴയിലൊക്കെ നിർത്തി അവർ തന്നെ മാനേജ് ചെയ്തോളാം എന്ന് നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ തന്ന് പതുക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, എങ്കിലും അതിങ്ങനെ മഴയത്ത് ചെയ്യാൻ നല്ല രസമായിരുന്നു. Nice one, guys. So that's the power station. Okay. Okay. We're going to go for ഗ്ലോ വംസിനെ കാണാൻ തുടങ്ങാൻ പോകുന്ന കുറ്റാക്കുറ്റിരുട്ട് നിറഞ്ഞ സ്ഥലത്തോട്ട് നമ്മൾ കയറുകയാണ്. ആകാശത്തോട്ട് നോക്കിയ ഒരിച്ചിരി വെളിച്ചമുണ്ട്, പക്ഷേ രണ്ട് സൈഡിലും നല്ല ഇരുട്ടാണ്. അങ്ങനെ ഇരുട്ട് വരുമ്പോഴാണ് ഇതിനെ ശരിക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അവർ അതേസമയം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിനെ പറ്റിയുള്ളൊരു ഐതിഹ്യമുണ്ട്, അതും പറഞ്ഞു തരുന്നുണ്ട്. സെയിം ടൈം എന്തുകൊണ്ടാണ് ഇത് ശരിക്കും സംഭവിക്കുന്നത് എന്നുള്ള അതിൻ്റെ ഒരു സയൻറ്റിഫിക് റീസൺ ഉണ്ടല്ലോ, ശരിക്കും എക്സാക്ട്ലി വാട്ട് ഈസ് ഗ്ലോ വർം എന്നുള്ളതും ഇവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ സൗണ്ട് വേവ്സ് ഇത് ചെയ്യുമ്പം ഇത് കൂടുതൽ ഇല്ലുമിനേറ്റ് ആകും എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അവിടെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് പാട്ടൊക്കെ പാടി. എന്തായാലും നല്ല രസമായിരുന്നു അത് കാണാൻ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യമേ നമ്മളോട് പറയുന്നുണ്ട് ഗ്ലോ വർമിനെ വാച്ച് ചെയ്യുന്നത് സിമിലർ ടു വാച്ചിങ് സ്റ്റാർസ് എന്ന്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു. അതിൻ്റെ അടുത്ത് കുറച്ച് നേരം നമ്മൾ നിർത്തിയിട്ട് അതിങ്ങനെ നോക്കിയിരിക്കാൻ കുറച്ച് സമയം തരും. നല്ല രസമായിരുന്നു അത്. എത്ര വീഡിയോ എടുത്താലും അത് കാണത്തില്ലെങ്കിലും നിങ്ങളിതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് ഡോട്ട്സ് പോലെ കാണുന്നില്ലേ, അത് അതിൻ്റെ നല്ല രീതിയിൽ ഇല്ലുമിനേറ്റ് ആകുന്ന കുറച്ച് ഗ്ലോ വർംസ് ആണ് കേട്ടോ. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഇരുട്ടത്തുള്ള പിക്ചേഴ്സ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. എന്തായാലും തിരിച്ചിറങ്ങി വന്നപ്പോൾ ചെറിയൊരു വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അരണ്ട കുറച്ച് പിക്ചേഴ്സ് കിട്ടി. കുറച്ചൊക്കെ ഫ്ലാഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ദാറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ചില കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചാൽ കിട്ടില്ല, പക്ഷേ വെൻ വി ആഡ് ഇറ്റ് ടു അവർ മെമ്മറി ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. സോ നിങ്ങൾ ന്യൂസിലൻഡിലുണ്ട്, ഗ്ലോ വർംസിനെ കണ്ടിട്ടില്ല എങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് വർത്ത് ടു സീ ദാറ്റ്. നല്ല രസമാണ്. മിന്നാമിനിങ് നമ്മുടെ നാട്ടിൽ പറന്ന് നടക്കും. ഇത് അവിടെ തന്നെ വേമല്ല, ഇറ്റ്സ് ആക്ച്വലി ആൻ എക്സ്ക്രീഷൻ. അതായിരുന്നു ഏറ്റവും തമാശ. അവസാനം ഇറ്റ് ഈസ് ഈ ഗ്ലോ ചെയ്യുന്ന സംഭവം ഒരു ജീവിയുടെ പൂപ്പ് ആണ് എന്ന്. സോ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത്. അതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്തായാലും ചെയ്യണം. It's worth watching. Thank you. Bye.